ദം ബിരിയാണി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 3 ഉള്ളി മാത്രമേ എൻ്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കിട്ടിയപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. ദം ബിരിയാണിയാണ്. ഞാൻ ജസ്റ്റ് ഈ ചിക്കനൊന്ന് മൊരിച്ചെടുക്കുന്ന കൂടിയുണ്ട്. പൊരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമ്മൾ ആദ്യം പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നമ്മൾ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഓൾറെഡി ആദ്യം ഗരം മസാലയും ബിരിയാണി മസാലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ളൊരു ജാറാണ്. അതാണ് ഇത്ര മെസ്സിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ കയ്യിൽ ആകെ 3 ഉള്ളിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു 4 തക്കാളി കൂടി എടുത്തിട്ടുണ്ട്. അതൊക്കെ അരിഞ്ഞു കൂടി എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത് ചപ്പിൻ്റെയും പുതിനയുടെയും ഇലയാണ്. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം. കാരണം നല്ല ചളിയും മണ്ണൊക്കെ വരുന്നുണ്ട് ഇപ്പോഴത്തെ അല്ല, ഓൾറെഡി എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൂടി നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചതച്ചെടുത്തത് ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ടെക്സ്ചറിലാണ്, നല്ല അരിഞ്ഞിട്ടില്ല. നമ്മൾ 1 കിലോൻ്റെ പുറത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വാഷ് ചെയ്തെടുക്കാം. അരി എടുക്കുന്നത് 1.5 കിലോനാണ് കേട്ടോ. അത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി അതിൻ്റെ ഇടയിലൊന്ന് വാഷ് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കനൊന്ന് ജസ്റ്റ് പൊരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മസാല കൂട്ടാം. മഞ്ഞൾപ്പൊടി, പെരുംജീരകം, മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരിത്തിരി സുർക്കയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഉള്ള സമയത്ത് അതൊന്ന് ജസ്റ്റ് ഉപ്പും പുളിയൊക്കെ പിടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ്. അതിന് ശേഷമാണ് നമ്മൾ അരി ഇടാനായിട്ട് പോകുന്നത്. അരിയിട്ട വെള്ളം തിളച്ചിട്ട് നമ്മൾ അരി കൂടി കേക്കിയ അരിയാണ് ഇടുന്നത്. അതിന് ശേഷം നമ്മൾ ഏലക്കായ്, പട്ട, ഗ്രാമ്പു ഒക്കെ ഒരു 2-3 പീസ് മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗരം മസാല ഇതിൽ സെപ്പറേറ്റ് ആഡ് ചെയ്യുന്നില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടെടുത്തിട്ട് നമ്മൾ അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കറിലാട്ടോ മസാല വെക്കുന്നത്. അതിനായിട്ട് നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടാക്കിയ ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ റൈസിലേക്ക് ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നിങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങൽ തുടങ്ങി. ജസ്റ്റ് ഒരു കുക്കായിട്ടുണ്ട്. ഒരു ചെറുതായിട്ട് പൊരിഞ്ഞൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വെള്ളം ഇറങ്ങി വരുമ്പോഴാണ് നമ്മൾ ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ആദ്യം ഉള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ സെപ്പറേറ്റ് വയറ്റിയൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കട്ടിയില്ലാണ്ട് അരിഞ്ഞെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാൻ രണ്ടും അങ്ങനെ തന്നെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ജിഞ്ചർ ഗാർലിക് ആൻഡ് ചില്ലീൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടി ഇട്ട് ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് ഇങ്ങനെ ഒരു മസാല പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയുടെയും പുതിനയുടെയും ഇലയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അത്യാവശ്യം നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ. ബിരിയാണി വെക്കുമ്പോൾ അറിയാമല്ലോ, അത്യാവശ്യം നന്നായിട്ട് ഇതിൻ്റെ ഫ്ലേവർ ആയിരിക്കും. പിന്നെ കറിവേപ്പില കൂടി ഇപ്പോഴാണ് ആഡ് ചെയ്തുന്നത്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മല്ലിപ്പൊടി 1.5 ടീസ്പൂണും മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മസാലയിൽ നമ്മൾ ഓൾറെഡി ഉപ്പിട്ടതല്ല, നമ്മൾ ചിക്കനിൽ മാത്രമല്ലേ ആഡ് ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ മെയിനായിട്ടുള്ള ബിരിയാണി മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു അത്യാവശ്യം ഹാഫ് കുക്കായിട്ടുണ്ട് കേട്ടോ നമ്മളെ ചിക്കന്. പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് തൈരിന് പകരം വിനിഗറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. തൈരും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ മസാല ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ അതിൽ നിന്ന് കുറച്ച് ചിക്കന് ദമ്മിടുമ്പോൾ സെൻറ്ററിലിടാനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് പറ്റിയ അമളി. എൻ്റെ കയ്യിൽ നിന്ന് റൈസ് ഒരിത്തിരി വേവേറിപ്പോയി. നിങ്ങൾ ഈ റൈസ് ഒരു 80% കുക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മളൊരു തവണ ഊറ്റിയെടുത്തതൊക്കെ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കന് ആഡ് ചെയ്തിട്ട് ഒന്ന് നിർത്തി ആകെ പരത്തി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന ബാക്കി റൈസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് മല്ലിയുടെയും പുതിനയുടെയും ഇല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതുവരെ ഇതിലേക്ക് നെയ്യ് ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നല്ല നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ദമ്മാവുമ്പോൾ അതിൻ്റെ ഫുൾ ഫ്ലേവർ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് കുക്കറിലല്ല ചെയ്യുന്നതെങ്കിലും സെയിം മെത്തേഡ് തന്നെ ചെയ്താൽ മതി. ഞാൻ കുക്കറിൽ സാധാരണ ദമ്മിടുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ആവി വന്നതിന് ശേഷം മാത്രം നമ്മൾ വിസിൽ അവിടെ വെച്ച് കൊടുക്കും. അതിന് ശേഷം ഒരു 10 മിനിറ്റ് ദമ്മിൽ നല്ല ലോ ഫ്ലെയിമിൽ കിടന്നാൽ നമ്മുടെ ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും കേട്ടോ. ബീഫ് ബിരിയാണിക്ക് കുറച്ചധികം ടൈം നമ്മളങ്ങനെ വെക്കും. ഇനി നമുക്ക് ഇതിലേക്കുള്ള മെയിൻ കോമ്പിനേഷനായിട്ടുള്ള ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മല്ലിയും പുതിനയും നല്ല കേക്ക് എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഉപ്പും ആഡ് ചെയ്തിട്ട്
ആവശ്യത്തിന് വിനെഗർ ഒഴിച്ചിട്ട് നിങ്ങളുടെ പുളിക്കനുസരിച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നി ടൈപ്പ് സംബന്ധിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഈവനിങ് സ്നാക്കൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ കൂടിയാണ്. എനിക്കിങ്ങനെ നന്നായിട്ട് അരയുന്നതാണ് ഇഷ്ടം. നിങ്ങൾ ജസ്റ്റ് ക്രഷ് ചെയ്യണത് ഇഷ്ടമുള്ള പോലെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ, ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ കുക്കറിൽ വെച്ചിട്ടുള്ള ബിരിയാണി ദമ്മ് പൊട്ടിക്കാം. അപ്പോൾ ഓൾറെഡി ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും നിങ്ങൾക്ക് റൈസ് നല്ല വേവേറിയിട്ടുണ്ട്. കാരണം ഞാൻ ഊറ്റിയപ്പോൾ തന്നെ അത് ഫുൾ കുക്കഡായിരുന്നു. നമ്മൾ അങ്ങനെ ഊറ്റിയെടുക്കുമ്പോൾ ഒരു 80% വേവായാൽ മതി. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ ഈ മെത്തേഡിൽ തന്നെ ചെയ്തോളും. അത് നമ്മൾ ഇങ്ങനെ ദമ്മ് പൊട്ടിച്ച ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള ദം ബിരിയാണി. അപ്പോൾ പൊരിച്ചിക്കണമെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഇത് പൊരിച്ചതിനൊരു ടേസ്റ്റൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ഫസ്റ്റ് ഓയിലേക്കൊന്ന് ഇട്ട് വേവിച്ചത് കൊണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ദം ബിരിയാണി തന്നെയാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബും ഷെയറും ചെയ്യൂ. എങ്ങനെയുണ്ട്? എന്താണ് എന്താണ് ഈ തിന്നണേ? എന്ത് മാമു? ചിക്കൻ മാമു. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? സൂപ്പർ.